മണിക്കൂറോളം നീണ്ട ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ശ്രീനിവാസന്റെ മൃതദേഹം കടനാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു വരുന്നു എന്നാണ് അറിയുന്നത്. അവിടെ നിന്ന് ഇസത്ത് സുൽഫിക്കർ വിവരങ്ങൾ നൽകും. ഇസത്ത്, ടൗൺ ഹാളിൽ ഉണ്ടായതുപോലെ തന്നെ നിരവധി ആളുകൾ അവിടേക്ക് ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണോ? ദിവ്യ തൻ്റെ ഇഷ്ട സംവിധായകനെ അല്ലെങ്കിൽ ഇഷ്ട തിരക്കഥാകൃത്തിനെയും അഭിനേതാവിനെയും കാണാൻ നിരവധി ആളുകളാണ് ഇപ്പോഴും തൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടനാടുള്ള വീട്ടിലും പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം മുൻപാണ് മണിയമ്പിള്ള രാജു എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് നടന്മാരായ മുകേഷും അജു വർഗീസും എത്തിയിരുന്നു. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ ഇവരെല്ലാം ഇപ്പോൾ ഇവിടെ കണ്ടനാടുള്ള വീട്ടിലുണ്ട്. നാളെ 10 മണിയോടുകൂടിയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. തൻ്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി നാളെ മലയാള മണ്ണിനോട് അദ്ദേഹം വിട പറയും. നാട്ടുകാരും അതുപോലെ തന്നെ സിനിമ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകൾ ഇപ്പോഴും തൻ്റെ ഇഷ്ട സംവിധായകനെയോ തിരക്കഥാകൃത്തിനെയോ കാണാൻ എത്തിക്കൊണ്ടിരുന്നത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ നാളുകളിൽ എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത മലയാള സിനിമയ്ക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ വലിയ വർക്കുകൾ തന്നെയാണ്. ആ വർക്കുകൾ എന്നെന്നും ഓർമ്മിക്കുന്ന മാസ്റ്റർ പീസുകളായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോഴും മലയാളി മനസ്സുകൾ നെഞ്ചോട് ചേർക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ, തൻ്റെ ഇഷ്ട സംവിധായകനെ അവസാനമായി ഒന്ന് കാണുവാൻ ജനസാഗരം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ദിവ്യ, ഇപ്പോഴും അണമുറിയാത്ത പ്രവാഹം തന്നെയാണ്. കണ്ടനാട്ടെ വീട്ടിലേക്ക് നിരവധി ആളുകൾ ഒരു നോക്ക് കാണാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ഇസത്ത് സുൽഫിക്കറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.